our Jesus Lives Ministries, distributing living bread to the dying world. എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നിന്നായി എബ്രായലേഖനം 11-ാമത്തെ അധ്യായം. ഞാൻ പറഞ്ഞു, ഒന്ന് എബ്രായ ലേഖനത്തിന്റെ എഴുത്തിന്റെ ഉദ്ദേശം. ഇന്നലെ വരാഞ്ഞവർ എത്ര പേരുടെ കയ്യിൽ നിന്ന് ഇന്നലെ വരാഞ്ഞവർ? അയ്യോ സ്വന്തം അന്ന കൈ തരും. ഏറെക്കുറെ കംപ്ലീറ്റ് പറയേണ്ടി വരും. ഞാൻ മുഴുവൻ എടുക്കത്തില്ല, അപ്പൊ പിന്നെ ഇന്നലെ തന്നെ ബാക്കി പൊക്കത്തില്ല. അതുകൊണ്ട് റീസണബിളി ഞാനൊരു റിവിഷൻ എടുത്ത ശേഷം ഇപ്പം എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യമായിരുന്നു ഇന്നലെ വായിച്ചത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ ഇന്നലെ തുടങ്ങിയത് ഇങ്ങനെയാണ്. ആകയാൽ നാമും എന്ന വാക്കിൽ ആരംഭിക്കുന്നത് കൊണ്ട്, ആകയാൽ എന്ന കണക്റ്റിംഗ് പദം ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിലുള്ള ഒരു പശ്ചാത്ഭാഗവുമായി, ഒരു പശ്ചാത്തലവുമായി ഇതിന് ബന്ധമുണ്ട്. 12-ാം അധ്യായത്തിന്റെ പശ്ചാത്ഭാഗം 11-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായം മനസ്സിലാകാതെ 12-ാമത്തെ അധ്യായം മനസ്സിലാകത്തില്ല. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് 11-ാം അധ്യായത്തിൽ ഒരു കൂട്ടം വിശ്വാസ വീരന്മാരെ സാക്ഷികളായി വിളിച്ചു നിർത്തിയിരിക്കുക. അവരുടെ കൂട്ടം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവം വെച്ചിരിക്കുന്ന ഒരു ഓട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഓട്ടത്തിൽ ഓടി ജയിക്കേണ്ടതിന് എഴുതുന്ന ഒരു ഭാഗമാണിത്. ആരുടെയൊക്കെ മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്, അവർക്കുള്ളതാണ് താഴോട്ടുള്ള ദൂരം. അവനവന്റെ തത്വം അനുസരിച്ച് ഓട്ടം കണ്ടുപിടിച്ചോടുന്നവനുള്ളതല്ല. ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം ആരുടെയൊക്കെ മുമ്പിലുണ്ട്, അവർ ഓടിത്തികയ്ക്കേണ്ടതിന് അവർക്ക് വേണ്ടിയുള്ള ദൂതാണ് 12-ാമത്തെ അധ്യായം. എബ്രായ ലേഖനം പൊതുവെ എന്തിനു വേണ്ടി എഴുതി? എബ്രായരിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്ന എബ്രായ ക്രിസ്ത്യാനികൾ കാലത്തിന്റെ പോക്കിൽ പിന്മാറ്റത്തിന്റെ വക്കിലെത്തി. അവരെ പഴയതിലേക്ക് പോകണം എന്നവർക്ക് തോന്നി. പഴയതിലേക്ക് പോയാൽ ഇതുവരെ ഓടിയതും ദൈവം അവർക്ക് ചെയ്ത നന്മയും നഷ്ടമായി ഇവർ നരകത്തിൽ പതിക്കും. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനാണ് എബ്രായ ലേഖനം എഴുതുന്നത്. ഞാൻ ഒന്നുകൂടെ ആ പദം തുടങ്ങും. പിന്മാറ്റത്തിന്റെ വക്കിലായിരിക്കുന്നവർ ഇക്കാലത്ത് ഒരു ചിന്താഗതിയുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ശേഷം കൃപയാൽ രക്ഷിക്കപ്പെട്ട കാരണത്താൽ പിന്നെ എന്നൊക്കെ കാണിച്ചാലും തകരാറില്ലെന്ന്. രക്ഷ എന്ന പേരിൽ ഒരു CD ഞങ്ങളുടെ നിന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. ഒരു നല്ല എമൗണ്ടിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് തിരുവചനത്തിന്റെ പ്രൂഫിൽ രക്ഷ എങ്ങനെ കൊണ്ടു നടക്കാം, എങ്ങനെ കൊണ്ടുപോകാം, എവിടെ നഷ്ടമാകും എന്നിത്യാദി കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടവർ പിന്നെയും തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ കുരിശിക്കുന്നവരായാൽ ഇനി അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുന്നതല്ല, ചുട്ടുകളയത്ര അന്തം എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ആ ഭാഗത്തെ ഒന്നുകൂടെ തൊട്ട് എടുക്കാൻ പോകുകയാണ്. ഇന്നലെ തൊടാത്ത ഭാഗമാണത്. ഇന്ന് ഞാൻ ഒന്നുകൂടെ തൊടാൻ പോകുകയാണ്. ഞാനിതാ പറഞ്ഞു, ഏതെങ്കിലും വേദപുസ്തകത്തിന്റെ ഒരു ഭാഗം എനിക്ക് കിട്ടിയാൽ ദൈവം നയിക്കുന്നതിൽ ഞാൻ എത്തി. നമ്മൾ ഇവിടെ തന്നെ വരും. എന്നാൽ ഒന്നെടുത്ത് പറയാൻ പോകും. യേശുവിനെ കുരിശിക്കുന്ന സമയം യേശു തന്നെ കുരിശിക്കുന്നവർക്ക് ക്ഷമ കൊടുക്കുവാൻ പിതാവിനോട് അപേക്ഷിച്ചു. കറക്റ്റാണ്. യഹൂദ ജാതി ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, അവരുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും വരട്ടെ, ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. പക്ഷെ യേശു അവർക്ക് ക്ഷമയ്ക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടോ? പിതാവ് കേട്ടോ? ഇല്ല. മക്കളുടെ മേൽ ശിക്ഷ വന്നു. ഇനി യേശു തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സത്യം. എന്നിട്ട് കാണിച്ചു കൊടുത്ത പീലാത്തോസ് യൂദായിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കാൻ? അവനോട് പറഞ്ഞു, നീ ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് നന്നായിരുന്നു. നീ അതുപോലെ പിശാചി ഉപയോഗിക്കുന്ന ടേംസ് ആണ് തുടർന്ന് യൂദായിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യൂദ ഒഴിഞ്ഞു പോയ സ്ഥാനത്ത്, ഒഴിഞ്ഞു പോകുന്ന വ്യാധിയും ഉപവാസത്താലും പ്രാർത്ഥനയാലും ഈ ജാതി നീങ്ങിപ്പോകുന്ന ജാതിയുടെ കൂട്ടത്തിൽ അവരെ പറ്റി. തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി യേശു അപേക്ഷിച്ചിട്ട് യൂദായിക്ക് വേണ്ടി എന്തുകൊണ്ട് അപേക്ഷിക്കാതെ അവനെ ശപിച്ചു? യൂദ ദൈവത്തോട് അടുത്ത ശേഷം പോയവനാണ്. ദൈവം ആരെന്ന് അറിഞ്ഞ ശേഷം പോയവനാണ്. അവൻ സാധാരണക്കാരനെ പോലെയല്ല. യഹൂദനത് അറിഞ്ഞില്ല. അടുത്തത്, പീലാത്തോസിനോട് യേശു സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ പിതാവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ നിനക്കൊരു അധികാരം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവന് അധികം ശിക്ഷയുണ്ട്. പീലാത്തോസിന് മിനിമം ശിക്ഷ, ഏൽപ്പിച്ച മഹാപുരോഹിതന് അധികം ശിക്ഷ, കാണിച്ചു കൊടുത്ത യൂദ ശാപഗ്രസ്തൻ.
ഇത് എന്ത് തത്വം! നാം പ്രാപിച്ചതിനൊത്തവണ്ണം നമ്മിൽ നിന്ന് ദൈവം തിരിച്ചു പ്രതീക്ഷിക്കും. നാം പ്രാപിച്ചതിനൊത്തവണ്ണം നമ്മിൽ നിന്ന് ദൈവം തിരിച്ചു പ്രതീക്ഷിക്കും. നാം പ്രാപിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സെഖരിയ പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പീഠത്തിന്റെ വലത്തുഭാഗത്ത് വന്ന് സെഖരിയാവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ നിനക്കൊരു മകനെ പ്രസവിക്കും. അദ്ദേഹം ചോദിച്ചു, എങ്ങനെ സംഭവിക്കും? ഞങ്ങളുടെ പ്രായം കഴിഞ്ഞു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു, വീട്ടിൽ പോയി മൗനമായിരിക്കാൻ പറഞ്ഞു. ഇതേ ചോദ്യം അബ്രഹാം ദൈവത്തോട് ചോദിച്ചു. കർത്താവേ, മക്കളില്ലാത്തവനായി ഞാൻ 25 കൊല്ലം കൊന്നു, നീ എനിക്ക് മക്കളെ തരുമെന്ന് ഞാൻ എന്തോന്നിനാൽ അറിയും? സെഖരിയാവ് ചോദിച്ചു, ഞാൻ എന്തോന്നിനാൽ അറിയും? എങ്ങനെ സംഭവിക്കും? അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തു. അബ്രഹാം ചോദിച്ചു, ഞാൻ എന്തോന്നിനാൽ അറിയും? അബ്രഹാമിന് എന്തോന്നിനാൽ അറിയുമെന്ന് കാണിച്ചു കൊടുത്തു, വിശ്വസിപ്പിച്ചു, കാണിച്ചു കൊടുത്തു. കാരണം അബ്രഹാം ജാതിയിൽ നിന്ന് വിളിക്കപ്പെട്ടവനും അറിയാതെ നടന്നവനുമാണ്. സെഖരിയാവ് പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്തെ ശുശ്രൂഷിച്ചവനുമാണ്. അറിവിന്റെ സ്റ്റാൻഡേർഡ് വെവ്വേറെയാണ്. 3, കന്യകയാകുന്ന മറിയ ഇതേ ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ശിക്ഷയില്ല, കാണിച്ചു കൊടുത്തില്ല, ഒരൊറ്റ വാഗ്ദത്തം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വീഴും. ഒരേ അനുഭവം, ഒരേ ചോദ്യം 3 വ്യക്തികളിൽ നിന്ന് 3 പേർക്കും വ്യത്യസ്തമായ ആൻസേഴ്സ്, വ്യത്യസ്തമായ പ്രതികരണങ്ങൾ. കാരണം നാം പ്രാപിച്ചതിനൊത്തവണ്ണം ദൈവസന്നിധിയിൽ കടപ്പെട്ടവരാണ്. അക്കാര്യം മറക്കരുത്. ഞാൻ ഇതോട് ചേർത്ത് നിങ്ങൾ നിശ്ചയമായി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ ദിവസങ്ങളിൽ ആഴത്തിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് റെഡി. 2 പേജിന് താഴെ വരും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കണം. നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. തനക്കാര്യം ആവർത്തിച്ചൂന്നി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ആളുകളോട് ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് എന്നാ വെച്ച് ക്ഷമിക്കും? നിങ്ങൾ മനഃപൂർവ്വം ക്ഷമിക്കുന്നവരായിരിക്കണം, മറന്നു കളയുന്നവരായിരിക്കണം. നിന്റെ സഹോദരൻ ലോകക്കാരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനെ കുറിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനോട് യാതൊരു എതിരും ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. 2ാം പടി, സഹോദരൻ നിനക്കിടർച്ച വരുത്തിയാൽ അത് വേറെ. നമ്മുടെ നിങ്ങൾ അവിശ്വാസികളോട് ഇടയില്ലപ്പെടക്കൂടരുത്. അവിശ്വാസികളോട് ഇടയില്ലപ്പെടക്കൂടരുത്. നിങ്ങൾ അങ്ങനെയുള്ളവരോട് ഒട്ടും ബന്ധപ്പെടരുത്. അടുത്ത പദം പൗലോസ് പറയുന്നത്, അതിന്റെ അർത്ഥം നിങ്ങൾ ഈ ലോകക്കാരൻ ഒരുത്തൻ തെറ്റുകാരനായാൽ അവനോട് ഇടപെടരുതെന്നല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും. ലോകക്കാരൻ കാണിക്കും, അവനോട് ക്ഷമിക്കുക. എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ടവരിൽ ഒരുവൻ, വളരെ വ്യക്തമായത്, നമ്മൾ സഹോദരന്മാരാണെന്ന് പറഞ്ഞു, നമ്മളിൽ ഒരുവൻ അശുദ്ധനോ ആവിഷ്കാരക്കാരനോ ബിന്മാരാധിയോ ഒരുപാട് പാപങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ആണെങ്കിൽ അവനോട് കുശലം ചോദിക്കുകയോ അവനോടുകൂടെ ഭക്ഷണം കഴിക്കുകയോ ആയിരുന്നു. പക്ഷേ അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ അവനോട് ക്ഷമിക്കണം. പത്രോസ് വെച്ച് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. പറഞ്ഞോ 7:70. കണ്ടീഷൻ എന്തുവാണ്? മാനസാന്തരപ്പെട്ട് ഞാൻ മാനസാന്തരപ്പെടുന്നുവെന്ന് നിന്നോട് വന്നു പറഞ്ഞാൽ. മാനസാന്തരം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്തോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കും. അതെന്തോ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം? യേശുവിന്റെ അടുക്കൽ ഇറങ്ങി വന്ന സക്കായി പറഞ്ഞു, ഞാൻ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് തിരിച്ചു കൊടുക്കാം, പിടിച്ചു പറിച്ചത് തിരികെ കൊണ്ട കൊടുക്കാം, ഞാൻ ചെയ്തു പോയ തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അതാ മാനസാന്തരം. ഞാൻ സുനിൽ പാസ്റ്ററെ പിടിച്ച് 2 ഇടി ഇടിച്ചു, പാസ്റ്ററെ ക്ഷമിച്ചേക്കണേ, നാളെ ഇടിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. എന്നോട് ക്ഷമിക്കാൻ തിരുവചനമില്ല. അത് മരമണ്ടൻ പോലും അംഗീകരിക്കുന്നതുമല്ല. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ 70 പ്രാവശ്യം ക്ഷമിക്കുക. അടുത്ത യേശു പറഞ്ഞു, ഒരുത്തൻ സഭയ്ക്ക് ഇടർച്ച വരുത്തിയാൽ, സഹോദരൻ നിനക്കിടർച്ച വരുത്തിയാൽ അവനൊന്ന് ക്ഷമ ചോദിക്കുന്നുമില്ല, നീ അങ്ങോട്ട് പോകും. നീ യാഗപീഠത്തിൽ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ബോധ്യമായാൽ നീ യാഗം അവിടെ വെച്ചേച്ച് സഹോദരന്റെ അടുക്കൽ ചെന്നവൻ ബോധ്യം വരുത്തണം, നീ എന്നോട് ചെയ്ത് തെറ്റിപ്പോയി. അവൻ സമ്മതിച്ചില്ലെങ്കിലോ
രണ്ട് സാക്ഷികളുടെ വാമൊഴിയാൽ സകലതും വ്യക്തമാകേണ്ടതിന് ഒന്നോ രണ്ടോ സാക്ഷികളുമായി അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയണം. അവന് ബോധ്യം വന്നാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലോ സഭയെ അറിയിക്കുക. സഭ അറിഞ്ഞാൽ തീമോഥെയോസിന്റെ ലേഖനത്തിൽ എല്ലാം മറ്റുള്ളവരും ഭയക്കേണ്ടതിന് അവനെ പരസ്യമായി ശാസിക്കുക. ആ ശാസന കഴിഞ്ഞാൽ ഇവൻ എനിക്ക് അന്യജാതിക്കാരനും പുറജാതിയും പോലെ ഇരിക്കണം. പിന്നെ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കരുത്, അവനോട് കുശലം ചോദിക്കരുത്. ഈസ് ലോസ് ഫോറെവർ. അതിനെക്കുറിച്ച് യേശു പറയുന്നത് സഭയിൽ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത്. ഈ കഴുത്തിൽ തിരികല്ല് കെട്ടി എറിഞ്ഞു കളയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ബ്രോഡ് ചാൾസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ്സിനകത്തുനിന്ന് ഇവർ കേട്ടോന്ന് എനിക്കറിയാൻ വയ്യ. മിസ്രൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് കേട്ടോന്ന് എനിക്കറിയാൻ വയ്യ, മിസ്രൈമിൽ അവർക്ക് പൊതുവെ നരബലി പതിവില്ലായിരുന്നു. പക്ഷെ മിസ്രൈമിൽ നരബലി നടത്തുന്ന ചില രംഗങ്ങളുണ്ട്. കൂട്ടമരണങ്ങളോ ആത്മഹത്യകളോ അല്ലെങ്കിൽ കൂട്ടമരണങ്ങൾ, പഴുമരണങ്ങൾ ഒന്നിച്ച് നടന്നാൽ അത് പാതാള ദേവൻ കോപിച്ചിട്ടാ, നരകദേവൻ കോപിച്ചിട്ടാന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വന്നാൽ നരകദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നരബലി നടത്തണം. നരകദേവൻ നരബലി കൊണ്ട് പ്രസാദിക്കും, നരബലി നടത്തണം. അതിന് നരബലി നടത്തുന്നത് എങ്ങനെ? ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അവന്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ നൈൽ നദിയിൽ കൊണ്ടിടും. അതാണ് നരബലി, മിസ്രയീമിന്റെ നരബലി. അവന്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി നൈൽ നദിയിൽ കൊണ്ടിടും. കർത്താവ് പറഞ്ഞു, സഭയിൽ ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി ഇവനെ പാതാളത്തിനെ കൊടുത്തേ പറ്റുള്ളൂ. ഇനി ഇവനെ നന്നാക്കാൻ നോക്കുക, ഇവ ശരിയാകുകയില്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്ക് അനുയുക്തമായ ഫലം പുറപ്പെടുവിക്കാത്തതിനാൽ ചുട്ടുകളയുന്നത് പോലെ ഇവനെ കൊണ്ടുവന്ന് ഈ സഭയിൽ ഇടർച്ച വരുത്തുന്നവനെ കളയാൻ നദിയിൽ ഇട്ടപ്പോൾ അവനെ കൊണ്ട് കടലിൽ കളയണമെന്ന് ആ ഗൗരവം മനസ്സിലാക്കണം. സഭയിൽ ഇടർച്ച വരുത്തുന്നത് അയ്യോ ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. അത് വലിയ പാപമാണ്, വലിയ പാപമാണ്. നമ്മെ ദൈവം ഏൽപ്പിച്ച സ്ഥാനം സൂക്ഷിക്കുവാൻ ദൈവകരങ്ങളിൽ ഒതുങ്ങി നിൽക്കാം. നമ്മളെ കാര്യം മറക്കരുത്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഭാഗങ്ങൾ തെളിയിക്കാനായിട്ട്. എന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ വിരുദ് നഷ്ടപ്പെടും. എന്റെ വിരുദ് ഞാൻ പിടിച്ചെടുക്കുവാൻ എന്തു വേണം എന്നതാണ് 12-ാമത്തെ അധ്യായം. അതിന്റെ പശ്ചാത്തലമാണ് 11-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയുണ്ട്. അത് ഞാൻ ഇതിനെ എടുത്തതുകൊണ്ട് റിവൈസ് ചെയ്തുകൊണ്ട്, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഒരു വിശ്വാസ വീരന് വേണ്ട പ്രാഥമിക യോഗ്യതകൾ പലരുടെ അനുഭവത്തിൽ നിന്ന് എടുത്തു കാണിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഉദാഹരണം, ഒരു മനുഷ്യനെ എനിക്ക് കണ്ടുപിടിക്കണം. അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ ഞാൻ ചെല്ലുന്ന ഒരു സ്ഥാനത്ത് അദ്ദേഹം ഒരു കാര്യം എനിക്ക് കൈമാറാനുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്കത് വാങ്ങണം. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കണം? ഞങ്ങൾ അതിനെ കണ്ടിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കണം? അതിന് അവിടെ ഉണ്ടായിരുന്ന ഒരാളിന്റെ ഒരു 10,500 പേരുണ്ടായിരുന്ന ഒരു കൺവെൻഷനിൽ ഒരാളിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അത്ര നീളമുണ്ട്. എന്റെ മനസ്സിലൊരു ഓർമ്മ കിട്ടി. വേറൊരാളിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അത്രയും വണ്ണമുണ്ട്. എനിക്ക് വേറൊരു രൂപ കിട്ടി. മൂന്നാമതൊരുത്തനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ നിറമുണ്ട്. നാലാമതൊരുത്തന്റെ ഹെയർകട്ട് കാണിച്ചു. ഇത്രയും മുടിയുണ്ട്. എനിക്ക് ആളിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഞാൻ ആയുസ്സിലാദ്യമായി ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ജാഗ്രാം എന്നറിയപ്പെടുന്ന ഒരു ഫീജിയൻ ഇന്ത്യനാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്. സിംഗപ്പൂരിൽ നിന്ന് ആണ് ഞാൻ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഞാൻ ജാഗ്രാമിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പാസ് ജാഗ്രാം, ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല. എങ്ങനെ തിരിച്ചറിയുന്നത് നമ്മൾ തമ്മിൽ? ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ് ഇന്നതാണ്, ഇന്ന കളർ പാൻ്റായിരിക്കും, ഇന്ന കളർ ഷർട്ടായിരിക്കും, 2 ലക്ഷണം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന വലിപ്പമുള്ള പെട്ടിയായിരിക്കും, അതിൻ്റെ നിറം എന്നതാണ്. ഇതിനൊരു 3-4 ലക്ഷം ഞാൻ പറഞ്ഞു. ജാഗ്രാം എന്നോട് പറഞ്ഞു, ഇതിനു ഒരുപാട് പേരുടെ വന്നിട്ടുണ്ട്, ഒറ്റയാൾ പോലും കണ്ടുപിടിക്കപ്പെടാതെ പോയിട്ടില്ല, നീ വാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഒത്തിരി ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, വരുന്നവരെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആരും തിരിച്ചു പോയിട്ടില്ല. ജസ്റ്റ് ഡോണ്ട് വറി. എങ്കിലും കണ്ടുപിടിക്കാൻ അന്യോന്യം ചില ലക്ഷണങ്ങൾ. ഇതുപോലെ ഒരാത്മീയന്റെ ലക്ഷണങ്ങൾ എന്താണ്, ഒരു വിശ്വാസവീരന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് കാണിക്കേണ്ടതിന് പഴയ നിയമത്തിൽ പരിചയമുള്ള കുറെ വ്യക്തികളെ എടുത്തു കാണിക്കുകയാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. ഇതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ ഹാബേൽ എന്ന മനുഷ്യനെയാണ്. 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ
ദൈവത്തിന് കായന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ഞാൻ ഇന്നലെ എടുത്തുറപ്പിച്ചു, ഉത്തമമായ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഓതറൈസ്ഡ് വേർഷൻ. ദി ഓതറൈസ്ഡ് വേർഷൻ കിങ് ജെയിംസ് ബൈബിൾ കൈവല്ലവർക്ക് എടുത്തതിന്റെ ആരംഭം നോക്കിയാൽ ജനറലി നോൺ ആസ് ദി ഓതറൈസ്ഡ് വേർഷൻ എന്ന് എഴുതിയിരിക്കുന്നതാണ്. Generally known as the authorized version. That's an authorized version. Rather, that is the authorized version in English. Okay. വിശ്വാസത്താൽ ഹാബേൽ കായന്റേതിനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചു. അധികം ഉത്തമം എന്ന് മലയാളത്തിൽ കിടക്കുന്നതിന് മോർ എക്സലന്റ് എന്ന പദമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എക്സലന്റ് എന്ന വാക്ക് ഇറ്റ്സെൽഫ് ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. പക്ഷേ സൂപ്പർലേറ്റീവ് കൊണ്ടൊന്നും തമ്പുരാൻ തൃപ്തനല്ല. തന്നെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസവീരൻ he should be beyond that. അതിനേക്കാൾ അപ്പുറത്തായിരിക്കണം. ആരാധനയുടെ ശ്രേഷ്ഠതയാണ് വിശ്വാസവീരന്റെ ഒന്നാമത്തെ ലക്ഷ്യം. എനിക്ക് ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട 7 വാക്കുകൾ ഇവിടുന്ന് കിട്ടി. ചിലരുകൾ ശ്രദ്ധിച്ചാൽ ഞാൻ നടന്ന് 7 വാക്കുകൾ എഴുതിയെടുത്തു. എബ്രായ ഭാഷയിൽ ആരാധന എന്നതിന് 7 വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പാപത്തിനുമുണ്ട് 7 പദങ്ങൾ. ഈ 7 പദങ്ങൾക്കും വ്യത്യസ്ത അർത്ഥങ്ങൾ. അതിൽ 7 പദങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബാരാക്ക്, ഹാല്, ഹലാൽ, ഇവിടെ തന്നെ സമാപനം 7 വാക്കുകൾ എഴുതി. ആരാധനയുടെ വ്യത്യസ്ത അർത്ഥങ്ങൾ മനസ്സിലാകുന്നതാണ് 7 വാക്കുകൾ. ഇത് ഒരുമിച്ച് ചേരുന്നതാണ് ആരാധന. ഇതിനകത്ത് തുടക്കത്തിൽ ഒരു വ്യക്തി നിശ്ചലനായി ദൈവത്തിന്റെ മഹൽ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതോ, കുമ്പിട്ട് ആ വലിയ സാന്നിധ്യത്തിൽ നിൽക്കുന്നതോ ആരാധനയാണ്. അമ്മയറ്റത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് ഉച്ചത്തിൽ ഘോഷിക്കുന്നത് ആരാധനയാണ്. അതിന്റെ വേറൊരു ഭാഗമാണ്. ഇങ്ങേ അറ്റത്ത് വരുമ്പോൾ വാദ്യ ഉപകരണങ്ങളോട് ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധനയാണ്. ആരാധനയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഹാബേൽ ഞാൻ വർഷങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇന്ന് കൊണ്ടുതന്നതിന് ദൈവത്തിന് സ്വന്തം സുനിലിന് നന്ദി. ഇനി ഇതുപോലെ എനിക്ക് കിട്ടേണ്ടതാണ് പാപത്തിന്റെ 7 പദങ്ങൾ. അതിന്റെ ഗൗരവം കാണിക്കുന്ന 7 വാക്കുകളുണ്ട്. നിർഭാഗ്യവശായി എനിക്ക് അറിയാൻ വയ്യ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു പോകാൻ മുന്നോട്ട് പോട്ടെ. മോർ ദാൻ എക്സലന്റ്, സാമാന്യത്തെക്കാൾ ഉപരിയായ ഒരു ആരാധന, എക്സലന്റിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ദൈവത്തോട് കൂടെ നടന്നവന്. ചിലർ പറയാറുണ്ട് കുടുംബജീവിതം നയിക്കുന്നവർക്കും ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഒന്നും ദൈവത്തോടെ നടക്കാനൊക്കത്തില്ല. ചുമ്മാ മണ്ടത്തരം പറയാറ്. ഹാനോക്ക് 300 വർഷം തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുകയും പുത്രിപുത്രന്മാർ സഹിതം ദൈവത്തോട് ജീവിച്ച് ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തവനാണ്. നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കട്ടെ. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച് കേട്ടു. നേരെ വെള്ളമോ എനിക്കറിയാൻ വയ്യ. തികഞ്ഞ ദൈവിക ചിന്തയോടുകൂടെ ഒരാൾ നടക്കുന്നെങ്കിൽ മൂക്കമ്പാമ്പ് വഴിമാറി തരും. ഞാൻ ഒരാൾ പറഞ്ഞ് കേട്ടതാ, എനിക്ക് അറിഞ്ഞൂടെ സത്യമൊന്നും. തികഞ്ഞ ദൈവിക ചിന്തയോടുകൂടി ഒരു വ്യക്തി നടക്കുന്നുവെങ്കിൽ മൂക്കമ്പാമ്പ് വഴിമാറി തരും. ബാംഗ്ലൂരിലെ എന്റെ ചർച്ചിനകത്ത് മഴ കൊണ്ട് പെയ്ത് കഴിഞ്ഞാൽ ഉടനെ പാമ്പ് കയറുന്നത് പതിവാണ്. പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ കാർപ്പറ്റിന്റെ അരിയിൽ നിന്ന് പല മൂക്കരെ കിട്ടിയിട്ടുണ്ട്. ആരെയും കഴിച്ചിട്ടില്ല. ഉപവാസ പ്രാർത്ഥനകളിൽ പ്രത്യേകിച്ചും കാർപ്പറ്റിന്റെ കീഴിൽ ഇതിനെ കിട്ടാത്ത സമയം കുറവാണ്. ഞങ്ങൾ വലിയ പരസ്യം കൊടുക്കാറില്ല ഒരാളുകളെ പേടിപ്പിക്കാതെ. പക്ഷെ അതിന് തന്നെ പേടിയാണ് ഞങ്ങളെ കടിക്കുക. ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് ആത്മീയരായി പറഞ്ഞല്ല ഞാൻ കേട്ടത്. വെറും ലോകപരമായി എക്സ്പെരിമെന്റുകൾ നടത്തുന്ന ആളുകൾ പറഞ്ഞു കേട്ടത്. ദൈവിക ചിന്തയാൽ നിറഞ്ഞു നടന്ന ഒരു വ്യക്തി വരുമ്പോൾ മൂക്കമ്പാമ്പ് വഴിമാറും. മൂക്കമ്പാമ്പ് നിൽക്കുകയല്ലോ. ഈ പോത്തലുപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശിയുണ്ടായിരുന്നു, പാമ്പ് ഉപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശി ഉണ്ടായിരുന്നു. ഞാൻ ആ 2 പേരുടെ ചരിത്രം ഇവിടെ തൊട്ടേക്കാം. പോത്തലുപദേശി എന്നൊരു ഉപദേശിക്ക് പേരിട്ട് അങ്ങേരുടെ പേര് അങ്ങനെയൊന്നും അല്ല, വല്ല വർഗീസ് എന്നോ തോമസ് എന്നോ വല്ലതും ആയിരിക്കും. എടെ പോത്തനെന്ന് വിളിക്കും. ലുക്ക് കൊണ്ടല്ല, സ്വഭാവം കൊണ്ടും അല്ല. ഒരു ദിവസം ഒരു അനുഭവം കൊണ്ടാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു ദിവസം ഒരു ചെറിയ തോട്ടിന്റെ അകത്തൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വെട്ടം പോത്ത് നേരെ വരും. പോത്തിനോട് വേറെ പോയിട്ട് ഒരു അർത്ഥവും ഇല്ല. ഒരു വെട്ടം പോത്ത് ഇറങ്ങി വരുന്നു. ഞങ്ങൾക്ക് പോകാൻ വേറൊരു വഴിയില്ല. ആ മനുഷ്യൻ ചെയ്തത് അവിടെ മുട്ടുമുട്ടി ഒറ്റപ്പടം പ്രാർത്ഥന, കർത്താവേ ബാത്തന് വന്നേണ്ടത് പോത്ത് വന്നു.
പുറകോട്ട് ഓടണമെന്നൊന്ന് തോന്നി, തിരിഞ്ഞു, പക്ഷേ സ്റ്റക്കായി പോയി. പോത്ത് സ്റ്റക്കായി പോയി, വഴി നിന്നു. കൊച്ചു തോട്ടിന്റെ അകത്ത് തിരിയാൻ സ്ഥലമില്ല. അവൻ തിരിയാൻ ശ്രമിച്ചതാ, വളഞ്ഞ് നിന്നുപോയി. അവിടെ ഉപദേശിച്ച് സ്ഥലം വിട്ടു. പണ്ട് മാത്രം ഉപദേശിച്ചായിരുന്നു, അന്ന് മുതൽ പോത്ത് ഉപദേശിച്ചു, പോത്തനെ ഉപദേശിച്ചാലേ. പാമ്പ് ഉപദേശിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എരവേലി സ്വദേശി, പറമ്പിലെ ഏത്തവാഴ കൃഷി ചെയ്തു. രാത്രിയിൽ അതിന് കാവല് കിടക്കണം, ഇല്ലെങ്കിൽ കള്ളം കൊണ്ടാവും. അങ്ങനെ വൈകിട്ടത്തെ മീറ്റിങ്ങിന് പ്രസംഗം കഴിഞ്ഞ് വന്ന് മാണത്തെ കയറി കാവല് കിടക്കുമ്പോൾ തേടണ ഒരു മൂക്കൻ തല താഴോട്ട് കേട്ടു. അദ്ദേഹം പറഞ്ഞു, പാമ്പെ അവിടെ ഇരി, എനിക്ക് ഇപ്പൊ എഴുന്നേക്കാനുള്ള ആരോഗ്യം പോലെ, രാവിലെയാണ്, അവിടെ ഇരിക്കാം. അവിടെ ഇരുന്നു, നീ അവിടെ ഇരി, എനിക്കിപ്പം എഴുന്നേക്കാൻ ആരോഗ്യം പോലെ, കാരണം തളർന്ന് കിടക്കുക. നാളെ രാവിലെ നോക്കാം. രാവിലെ ആളുകളെ വിളിച്ച് തന്നെ ദൂരെ കളഞ്ഞു. അന്ന് മുതൽ അങ്ങനെ പാമ്പ് ഉപദേശിച്ച് വിളിക്കുന്നു. പറഞ്ഞ കേൾക്കും. മാമ്പൻ ഉപദേശിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാർത്തോമ സഭയിലുണ്ടായിരുന്ന മാമ്പൻ ഉപദേശി, കരിമ്പിലെ മാമ്പൻ ഉപദേശി, കല്ലുപ്പാറ കരിമ്പിലെ മാമ്പൻ ഉപദേശി. അദ്ദേഹം കൃഷിപ്പണികൾ ചെയ്തു, മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകും. പക്ഷെ അദ്ദേഹം ശമിക്കുന്ന മനുഷ്യനാണ്. ഒരു ദിവസം വൈകിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പറമ്പിലെ ഏത്തക്കൊലയും കൊണ്ട് കള്ളം പോയി. ആരീശൻ വെക്കട ജോലി ചെയ്ത് ഉണ്ടാക്കിയത് കൊണ്ട് കള്ളം പോയില്ല. അദ്ദേഹം ചെയ്തത്, അന്ന് കസേരകൾ കേരളത്തിൽ പതിവില്ല. കൊരണ്ടി എന്ന് പറയുന്ന ഒരു കുട്ടി കസേര, അതാ ഒരു കൊരണ്ടി എടുത്ത് മുറ്റത്തോട്ട് ഇട്ടേച്ച് പറഞ്ഞു, എടാ എബ്രിയിലേക്ക് കൊണ്ടുപോടാ, ഇതേലോട്ട് ഇരി, മേഘാലയ ഇറങ്ങി വേടാ ഇവിടെ. ഞാൻ എന്റെ കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോൾ നീ ആരുടെ വായി നോക്കാൻ പോയടാ? പറഞ്ഞു, എന്തിയടാ വാഴക്കൊല? കുറച്ചു നേരം അവിടെ കൊരണ്ടിയെ വഴക്കൊന്നു. ഒരു 15 മിനിറ്റിനകം കള്ളം കണ്ട വാഴക്കൊല പോയിക്കൊണ്ടുവന്നു. ഇത് വീടിന് തീ പിടിച്ചു. ഭാര്യയ്ക്ക് കോളറ, രക്ഷിക്കണം. ഞാൻ വെട്ടിപ്പോയി, ഉപയോഗിച്ചില്ല, അതിന് ഉപയോഗിച്ച് കൊണ്ടു. ശരി, നീ കൊണ്ടുപോകാൻ പറഞ്ഞ കൊടുത്തയച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞ് അതോറിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ ചർച്ചിൽ ബൈജു ഉണ്ട്, ഷൈജു, നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ഷൈജു. അവനൊരു 12 വയസ്സുള്ള സമയത്ത് അവൻ്റെ അപ്പൻ അവനൊരു ചുമന്ന സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഷൈജു സൈക്കിൾ കിട്ടിയതിന് ശേഷം സൈക്കിളിൽ ഇറങ്ങുകയില്ല, ഇതെല്ലാം ഇരിക്കുക. ഇറങ്ങിയാലുണ്ട് എണ്ണ കൊണ്ട് തുടയ്ക്കും, പിന്നെയും കയറും, പിന്നെയും തുടയ്ക്കും. ആ ഞായറാഴ്ച ചർച്ച വന്നപ്പോൾ ചുമന്ന സൈക്കിളിലെ വന്നത് ചർച്ചിന്റെ ഫ്രണ്ടിൽ വെച്ച് കൂട്ടി തിരിച്ചറിഞ്ഞപ്പോൾ സൈക്കിൾ അവിടെ കള്ളം കൊണ്ടു. ഷൈജു കരഞ്ഞു. അവിടെ മുഴുവൻ തപ്പി ഞങ്ങളോട് എല്ലാം പറഞ്ഞു, എങ്ങും കണ്ടില്ല. അവസാനം വീട്ടിലോട്ട് എത്തിയ അമ്മയോട് പറഞ്ഞു, കസര എടുത്തിട്ട് കാര്യം മുറ്റത്തോട്ട്. മാമനുദേശ കഥ വിശ്വാസം കേട്ടിട്ടുണ്ട്. അന്ന് കൊരണ്ടിയുള്ളത്, ഇപ്പൊ കസരയുണ്ട്, ഇച്ചിരുടെ മാന്യതയിൽ ഇരിക്കട്ടെ. കസര എടുത്തിട്ട് എവിടെയും കൊണ്ടുപോകാൻ സൈക്കിൾ കൊണ്ടുപോകാൻ. ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സൈക്കിൾ നോക്കാൻ നിനക്ക് നേരമില്ല, എവിടെ പോയി അറിയാവുന്നൊക്കെ പറഞ്ഞു. 15 minutes ഒരു ഗംഗാ ബേക്കറി എന്ന് പറഞ്ഞൊരു ബേക്കറി ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരന്റെ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആരാണ് എടുത്തതാണ്? സൈക്കിൾ ഇതിന്റെ മുന്നേ കൊണ്ടുവച്ചു. ഓടി പാസ്റ്ററെ, ഷൈജു സൈക്കിൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതയും ഇന്നും ഇന്നലെ കുഞ്ഞുങ്ങളെ, take it by faith. Start exercising thought. You are authorized in the kingdom of God. കൈ നീളട്ടെ എന്ന് പറഞ്ഞാൽ നീളും, കാല് നീളട്ടെ എന്ന് പറഞ്ഞാൽ നീളും. സൈക്കിൾ വരട്ടെ എന്ന് പറഞ്ഞാൽ വരും, വാഴക്കൊല വരട്ടെ എന്ന് പറഞ്ഞാൽ വരും. There is a living God behind. Okay, അകത്തോട്ട് പോവാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ, തന്റെ ഹൃദയത്തിൽ രാവും പകലും ദൈവമാണ്. അവൻ ദൈവത്തോട് കൂടെ നടന്നു. മൂന്നാമത്തെ ക്യാരക്ടർ 7ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി കൊണ്ട് അക്കോർഡിംഗ് ടു ദ ടൈം ടേബിൾ അജണ്ടയ്ക്ക് ഒത്തവണ്ണം പണി തീർത്തു. റിലീജിയസ് ആയി ദൈവത്തിന്റെ പണി തീർക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ മൂത്ത മോന് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു, ഡാഡി
ഈ ആഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അല്ലെങ്കിൽ 3 മണി വരെ എൻ്റെ മൊബൈൽ ഫോൺ ഓഫായിരിക്കും. അർജന്റ് വല്ലതും ഉണ്ട് എൻ്റെ ഭാര്യയെ വിളിച്ച് പറ എൻ്റെ മൊബൈൽ ഓഫായിരിക്കും. കാര്യം സഡൻ ജോലി എനിക്ക് തീർന്നിട്ടില്ല, ഈ ശനിയാഴ്ച തീർത്തെത്തി. എല്ലാവരുടെയും കോൾ എടുത്താൽ എനിക്ക് ഒക്കത്തില്ല. ഇഫ് ദർ ഇസ് എനിത്തിങ് അർജന്റ് കോൾ ഓൺ ദാറ്റ്. ചിലപ്പോൾ വീടിന്റെ വെളിയിൽ പോകും പ്രാർത്ഥിക്കാനിരിക്കാനാണെങ്കിൽ. നേരത്തെ എൻ്റെ ഇന്ന നമ്പറുണ്ട്, കോൾ ഓൺ ദാറ്റ് നമ്പർ, മറ്റേ നമ്പരെ കിട്ടുകയില്ല. എൻ്റെ ഇളയമോനെ വിളിക്കുന്നവർക്കറിയാം 90% ദിവസങ്ങളിലും സ്ഥിതി ഇതായിരിക്കും. ഇറ്റ്സ് നോട്ട് ദെയർ സ്ലീപ്പിംഗ്, അവരുടെ ടാർഗറ്റ് തീർന്നിട്ടില്ല. You have to finish things on time. തീർന്നില്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തില്ല. നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി. ഞാൻ ഇന്നൊരു കാര്യം കൂടെ പറയുന്നത്, കാണുന്നതിനെ കുറിച്ചും കണ്ടതിനെ കുറിച്ചും പരിചയമുള്ളതിനെ കുറിച്ചും അരുളപ്പാടുണ്ടായാൽ ചെയ്യാൻ ഒരുപാട് പേര് കാണും. ദൈവത്തിന് വേണ്ടത് ഒരു ലെവൽ അപ്പുറത്തുള്ളവരെയാണ്. ഇതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാട്, കണ്ടിട്ടുള്ളതും പരിചയമുള്ളതും മാത്രം ചെയ്യാവുന്ന ഒരുപാട് പേര് മണ്ണിലുണ്ട്. ദൈവത്തിന് വേണ്ടത് വിശ്വാസം ഈരനെയാ. അതിനപ്പുറത്ത് കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായാൽ ഭയഭക്തി കൊണ്ട് ചെയ്യുക. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ നിങ്ങൾ മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞ അതുകൊണ്ടാണല്ലോ ഞാൻ തുടങ്ങേണ്ടി വന്നത്. വേറെ ആരും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ, വേറെ ആരും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എല്ലാവരും ചെയ്തത് ഞാൻ എന്തിനാ ചെയ്തു? You should know it. ദൈവത്തിന്റെ താല്പര്യം ഇതുവരെ ഉള്ള പരിചയത്തിൽ നിൽക്കുന്നതല്ല, ഇതിനപ്പുറത്ത് ദൈവത്തിന് ചിലത് ചെയ്യിക്കാനുണ്ട്. ദൈവം പുതുമകളുടെ ദൈവമാണ്. അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി. ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ഒരു വെട്ടകം തീർത്തു. 8ാമത്തെ വാക്യത്തിൽ 4ാമത്തെ ക്യാരക്ടർ അബ്രഹാം. എന്തും വേണ്ടും പ്രതിസന്ധിയാണ് നേരിട്ടത്. അബ്രഹാം എന്ന വിശ്വാസമാണ്. തനിക്ക് കിട്ടുവാനിരുന്ന ദേശത്തേക്ക് വിളിച്ചാളെ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാതെ ഇറങ്ങി തിരിച്ചു. വിശ്വാസത്തിന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വൈറ്റ് സിറ്റി എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സീഡിക്കകത്തെ രണ്ടാമത്തെ മേജർ ഇൻഫർമേഷൻ ഇതാ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഭവനം. നിങ്ങൾ ചിലത് കണ്ടു കാണും. 1994 ഡിസംബർ മാസം 26-ാം തീയതി നാസയ്ക്ക് ഈ ബാഹ്യാകാശത്തിൽ നിന്ന് ഏതോ ഒരു പുതിയ വസ്തുവിനെ കണ്ടുകിട്ടിയ ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് കിടപ്പുണ്ട്. പ്രൊഫസർ ലാർക്കിൻസൺ എന്നയാള് അതിനെക്കുറിച്ച് ഒരു ലേഖനം പരസ്യപ്പെടുത്തിയതും അതിന്റെ പിക്ചർ പരസ്യപ്പെടുത്തിയതും എന്റെ കയ്യിൽ കിട്ടി. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ നിന്നാണ് ഈ വസ്തുവിനെ അദ്ദേഹത്തിന് ഏറെക്കുറെ കണ്ടുകിട്ടിയത്. തുടർന്ന് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കുറച്ചു നാളത്തേക്ക് ഉണ്ടായിരുന്നെങ്കിലും അതങ്ങ് ഡൈ ഓഫ്. ഈ ഒരൊറ്റ വസ്തുവിനെ നോക്കുവാൻ അമേരിക്കയുടെ കാലിഫോർണിയയിൽ ഒരു എയർ ഒബ്സർവേറ്ററി ഉണ്ടാക്കിയതിനകത്ത് ഞാൻ പല പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് ആ എയർ ഒബ്സർവേറ്ററി. ഈ വസ്തുവിനെ ദീർഘകാലങ്ങൾ കാണാതെ കിടന്നു. നേരെ കഴിഞ്ഞ വർഷം 2011 ഡിസംബർ മാസം 26-ാം തീയതി 14 ഡിസംബർ 26 ഒന്ന് കണ്ടതാ. വീണ്ടും ഈ വസ്തുവിനെ കണ്ടു. ഇന്നതിനെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് കാണാൻ കഴിയുന്നു അവർ ക്ലെയിം ചെയ്യും. വൈറ്റ് സിറ്റി എന്നവരിതിനെ വിളിക്കുവാൻ കാര്യം തൂവെള്ള നിറത്തിലുള്ള പ്രകാശം അതിനകത്തുനിന്ന് വരും. വ്യത്യസ്ത അടിസ്ഥാനങ്ങളുള്ള ആ പട്ടണത്തിന്റെ ഡീറ്റെയിൽസ് നാസ പബ്ലിഷ് ചെയ്തിരിക്കുന്ന പബ്ലിസിറ്റി നമ്പർ സഹിതം അതിനകത്ത് കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു. വെബിൽ കൂടെ ആരാണ്ടൊരു മെനക്കേടുകാരിയോ എന്നതാണ് അറിയാം. ക്രിസ് എന്ന പേരിൽ എനിക്കൊരു മെയിൽ അയച്ചു. ആ മെയിലിനകത്ത് ഇതെല്ലാം കള്ളത്തരമാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയാണ് ഉത്തമമെന്നും ഏറ്റവും ഒടുവിൽ പെന്തക്കോസ്റ്റ് പ്രീച്ചേഴ്സ് ആണ് ഭൂമിയിലുള്ളതിലേക്ക് ഏറ്റവും ഷെയിംലെസ് പ്രീച്ചേഴ്സ് എന്നും ആള് ദയാപൂർവ്വം എഴുതി. ഞാൻ ആളിന് തിരിച്ചൊരു മറുപടി അയച്ചു ചോദിച്ചു, നീ എത്ര പ്രാവശ്യം നാസ കണ്ടിട്ടുണ്ട്? ഇതിന്റെ എഴുത്ത് കണ്ടിട്ട് പഠിത്തമുള്ളവരുടെ ലക്ഷണമില്ല, വിദ്യാഭ്യാസമുള്ളതിന്റെ ലക്ഷണമില്ല. നിനക്ക് ശാസ്ത്രത്തെ കുറിച്ച് എന്തറിയാം? നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തോ? പുള്ളിക്കാരത്തി ഒരാളുണ്ടോ എന്ന് ആഗ്രഹം. ഇമെയിൽ അയക്കാൻ അറിയാവുന്നതല്ല ഇപ്പൊ പഠിത്തമുള്ള വിവരം അറിയാവുന്നത് എഴുതുക.
ഞാൻ നാസായി പോയിട്ടൊന്നുമില്ല, അങ്ങനെ കൂടുതൽ സയൻസ് ഒന്നും അറിയത്തുമില്ലല്ലോ. പക്ഷെ ഞാനും പള്ളിക്കൂടത്തിലൊക്കെ പോയത് അറിയുന്നു. അപ്പൊ ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പോയ കൂട്ടത്തിൽ ആഗോള വ്യാപകമായി ഷെയിംലെസ് ആയ സകലരെയും പരിചയപ്പെട്ടല്ലോ. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. ഏറ്റവും ഷെയിംലെസ് പെന്തക്കോസ്ത് പ്രൈസേഴ്സ് പ്രസംഗം നിനക്ക് സകല ഷെയിംലെസ്സിനെ അറിയാം. നീ എന്നടാ പാർട്ടി. പിന്നെ അവളെനിക്ക് എഴുതിയില്ല. എൻ്റെ കോടതിയിൽ പോയി ചെയ്യുമായിരിക്കും. ആർക്കറിയാം? ഒത്തിരി തരം തേടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. തീരെ തരണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ ഒരുപാടെണ്ണുണ്ട്. ഇതൊന്നും വേണ്ട വിദ്യാഭ്യാസമുള്ളതല്ല, വേണ്ട വിവരമുള്ളതല്ല. വല്ലതുമൊക്കെ തോന്നിയതൊക്കെ എഴുതി നാസയുടെ പബ്ലിസിറ്റി നമ്പർ സഹിതം ആ പിക്ചർ ഞാൻ CD-ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു രത്ന ചുരുക്കത്തിലേക്ക് ഒന്ന് വേഗത്തിൽ പ്രവേശിക്കാം. മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് നോർത്തിലേക്ക് നോക്കിയാൽ, ഭൂമിക്ക് 2 നോർത്തുണ്ട്. ഒന്നിനെ ട്രൂ നോർത്ത് എന്നും മറ്റേതിനെ മാഗ്നറ്റിക് നോർത്ത് എന്നും വിളിക്കും. ട്രൂ നോർത്തിലേക്ക് നോക്കിയാൽ 4 ഡിഗ്രിയിൽ പോകുന്ന ഒരു കോണിക്കൽ ഷേപ്പിൽ ഒരു ഭാഗം കാണാം. അവിടെ ഒരു നക്ഷത്രവുമില്ല, വിത്ത് വൺ എക്സെപ്ഷൻ. ഒരു നക്ഷത്രവുമില്ല, ഒരു ഗ്രഹവുമില്ല, ഒരു ഗോളവുമില്ല, ഒരു കോമറ്റുമില്ല. വഴിതെറ്റി ഒരു വാൽ നക്ഷത്രം അതിനകത്ത് കയറുകയാണ്. അങ്ങനെ ഒരു ഏരിയ സ്പേസ് റിസർവ് ചെയ്തിട്ടുണ്ട്. 2.5 ഡിഗ്രി മാറി ധ്രുവ നക്ഷത്രം നിൽപ്പുണ്ട്. അതായത് മുമ്പേ പറഞ്ഞ വിത്ത് വൺ എക്സെപ്ഷൻ. ആ 2.5 ഡിഗ്രി മാറി നിൽക്കുന്ന ധ്രുവ നക്ഷത്രം ഒഴിച്ചാൽ, പോൾ സ്റ്റാർ ഒഴിച്ചാൽ 4 ഡിഗ്രിയിൽ വിരിഞ്ഞു പോകുന്ന ഒരു കോണുകൾ. ഈ കോണിനെ നോക്കിക്കൊണ്ടാണ് യോബ് തന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്റെ മേൽ തൂക്കുന്നു. പക്ഷെ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. ഞാനും നിങ്ങളും വസിക്കുന്ന ഭൂമി ഉൾപ്പെടുന്ന, സൗരയൂഥം ഉൾപ്പെടുന്ന, മിൽക്കി വേ ഉൾപ്പെടുന്ന നമ്മുടെ പ്രപഞ്ചം, അതിന്റെ വലുപ്പം എന്നാന്ന് പറയാൻ ഭൂമിയിൽ ആർക്കും അറിയത്തില്ല. ഈയിടെ അറിയാൻ ഒക്കത്തുമില്ല. അതിന്റെ പ്രപഞ്ചമേ വളർന്നുകൊണ്ടിരിക്കുക. പിന്നെ എന്നാ വെച്ചാ ആര് പറയുന്നത്? ഈ മുഴുവൻ പ്രപഞ്ചം ആ ശൂന്യതയ്ക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുക. എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ ഹയർ സ്പീഡിൽ ഇന്നത് പോയിക്കൊണ്ടിരിക്കുക. ആരാണ് ഇതിനെ ഈ നോർത്തൻ ദിക്കിലേക്ക് ആകർഷിക്കുന്നത് എന്ന് ഒരു ശാസ്ത്രജ്ഞനും വിവരമില്ല. ഇതേ കാരണത്താൽ ഈ ശൂന്യതയെ നെബുള എന്നാണ് അവർ വിളിക്കുന്നത്. നോർത്തൻ നെബുളയെ ശാസ്ത്രലോകം എന്നും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് 1994 ഡിസംബർ 26-ാം തീയതി നോർത്തൻ നെബുളയുടെ ടിപ്പിൽ നിന്ന് ഒരു പുതിയ വസ്തു കണ്ടെടുത്തത്. ആ വസ്തു ആയിരിക്കും ഈ പ്രപഞ്ചത്തെ ആകർഷിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് കിടപ്പുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ കണ്ടിട്ട് വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ പറയുന്ന പുതിയ വിഷയമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിന്റെ പ്രത്യേകത 12 അടിസ്ഥാനങ്ങളുണ്ട്. മനസ്സിലായോ? നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് എനിക്കും നിങ്ങൾക്കും ചിന്തിച്ചു തുടങ്ങുവാൻ കഴിയുന്ന വാചകമാണ് അബ്രഹാം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. എന്താ പറയുന്നത്? എത്രയായിരം വർഷങ്ങൾക്ക് മുമ്പിലത്തെ ചരിത്രമാ ഒരു ആത്മീയന്റെ അറിവിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഈ വേദപുസ്തകാര്യങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. അബ്രഹാമിന്റെ ഒരു പ്രത്യേകത, താമസം വാഗ്ദത്തത്തിന്റെ കൂട്ടവാശനൂടെയാണ്. കണ്ടവന്റെ കൂടെ പുറത്താൽ ദൈവത്തെ മറന്നു. വേർപാട് 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 ഒരു 10,000 പ്രാവശ്യം പറഞ്ഞാലും അത് തീരത്തില്ല. വേർപാട്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കഴിഞ്ഞ ദിവസം ഏൽപ്പിച്ച ഒരു ആശയം ഞാൻ പറയാം. വേർപാട് ആചരിക്കുന്ന ഞാനും നിങ്ങളും ചിലപ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. അവരെ സുവിശേഷീകരിക്കണമെങ്കിൽ നാം ലോകത്തിലേക്ക് ഇറങ്ങണം. അതിന്റെ അർത്ഥം നമ്മൾ ലോകക്കാരാകുമെന്നല്ല. ഒരു ദിവസം എസെക്കിയേൽ പ്രവാചകനെ ഇങ്ങോട്ട് വിളിച്ചു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. അത് താഴ്വരകളുടെ നടുവിലേക്ക് കൊണ്ടുപോയി ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ എന്നെ കൊണ്ട് നിർത്തി. പക്ഷെ എസെക്കിയേലേ, അസ്ഥിയുടെ ഉണക്കി ഇങ്ങോട്ട് പിടിക്കുകയില്ല, എന്നിലെ ദൈവശക്തി അങ്ങോട്ട് പകരുകയുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങളെ മ്ലേച്ഛത നിറഞ്ഞ സ്കൂളുകളിലോട്ട് കൊണ്ടിട്ടാൽ മ്ലേച്ഛത ഇങ്ങോട്ട് കയറുകയില്ല, നിങ്ങളിലെ ദൈവകൃപ അങ്ങോട്ട് കയറുകയുള്ളൂ. വെരി സിമ്പിൾ ഓസ്മോസിസ്. ഇങ്ങോട്ട് വരത്തില്ല. എന്നിൽ കോൺസെൻട്രേറ്റ് ആയ ഒരു ദൈവശക്തി ഉണ്ട്. പക്ഷേ വേർപാട് നിർബന്ധമാണ്. അബ്രഹാം ദൈവിക വേർപാടിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളോടുകൂടെ മാത്രം പാർത്തു.
അഞ്ചാമത്തെ ക്യാരക്ടർ സാറയാണ്. അവളും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ ക്രിയേറ്റീവ് മിറക്കിൾസ് തന്റെ ശരീരത്തുണ്ടായി. ഒരു വിശ്വാസവീരന് ആവശ്യമുള്ള ആദ്യത്തെ 5 ബേസിക് യോഗ്യതകൾ എടുത്തു പറഞ്ഞു. ആദ്യത്തെ 5 ബേസിക് യോഗ്യതകൾ. തുടർന്ന് 17-ാമത്തെ അധ്യായം മുതൽ 17-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യത്തിൽ എല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്നത് കണ്ടു അഭിനന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. അർത്ഥമല്ല, ഈ പറയുന്ന വിശ്വാസവീരന്മാരിൽ ഒരുത്തൻ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം പ്രാപിച്ചില്ല. അവരെല്ലാം അവർക്ക് ഓടാവുന്ന ഒരു പരിധി വരെ ഓടി. അകലേക്ക് നോക്കി അത് കണ്ടു. ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരാ, ഇവിടെ ഞങ്ങൾ പരദേശികളാണ്, ഇവിടെ ഞങ്ങൾക്കൊന്നുമില്ല. കാര്യം ഞങ്ങളെ കാണുന്നത് ഭയങ്കരമാണ്, ഞങ്ങളെ കാണുന്നത് നിത്യമാണ്, ഞങ്ങളെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഞങ്ങൾ അവിടെ ഓടുകയാണെന്ന് പറഞ്ഞ് ഇവിടെ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അബ്രഹാം തിരിച്ചു വന്ന് ഒന്നും ചെയ്യത്തില്ല, പകരം നിങ്ങളെ എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നോഹ തിരിച്ചു വന്ന് ഇവിടെ ഒന്നും ചെയ്യത്തില്ല, നമ്മുടെ പണിയായി ചെയ്യാനുള്ളത്. സാറ തിരിച്ചു വന്ന് ഇവിടെ ഒന്നും പ്രാപിക്കത്തില്ല, ക്രിയേറ്റീവ് മിറക്കിൾസ് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടത്. ഒരു വിശ്വാസവീരന്റെ 5 ലക്ഷണങ്ങൾ പോയവര് പോയി, നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കും. ചിലര് പറഞ്ഞേക്കാം, അവിടെ ഇന്ന പാസ്റ്റർ വീട് പോയി, മറ്റേ സഭ പൊട്ടിപ്പോയി, ഇന്ന സഭ നശിച്ചു പോയി, മറ്റേ പാസ്റ്റർ പാപം ചെയ്തു. എടാ മോനെ, സാമ്രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തതിൽ ഒരാളാണ് ഞാൻ. ഒരു പടയാളി ചത്തയുണ്ട്, രാജ്യത്തിന് ഒരു ചുക്കും പോയില്ല. 10 പടയാളി റിക്രൂട്ട് ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. 10 ഉപദേശിമാരും പോയതുകൊണ്ട് ദൈവരാജ്യത്തിൽ ഒന്നും പോയില്ല. 100 എണ്ണത്തെ വേറെ റിക്രൂട്ട് ചെയ്യും. ശത്രു പലതിനെ വെടിവെച്ച് കളഞ്ഞു ഞങ്ങൾക്കറിയാം. അതിന്റെ അർത്ഥം യുദ്ധം തോറ്റെന്നല്ല, നിന്നല്ല, യുദ്ധം തുടരുന്നു. അതിന്റെ അടയാളമാണ് വെടി വന്നത്. അതിന്റെ അടയാളമാണ് വെടി വന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ യുദ്ധകളത്തിലാ 10 എണ്ണം വെടികൊണ്ട് വീഴും. ശത്രുവിന്റെ നോട്ടം കഴിയുമെങ്കിൽ വൃതന്മാർ, കഴിയുമെങ്കിൽ വൃതന്മാർ, ശത്രുവിന്റെ നോട്ടം. പക്ഷേ വൃതന്മാരിൽ 4 എണ്ണം പോയാൽ 40 എണ്ണത്തെ തമ്പുരാൻ കൊണ്ടുവരും. ഈ യുദ്ധം തുടരുകയാണ്. 17-ാം വാക്യത്തിലേക്ക് എടുത്തിയാട്ടെ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. അബ്രഹാമിന്റെ ചരിത്രം കൊണ്ട് വിശദീകരിക്കാൻ പോയ തീരുകയെ നേരത്തെ ഒന്ന് തൊട്ടു. എന്നിട്ട് അബ്രഹാമിന്റെ ചരിത്രത്തിന്റെ വിശദ വശങ്ങളിലേക്ക് അങ്ങ് കയറുക. 1, മകന്റെ യാഗം. മറക്കല്ലേ, ആദ്യത്തെ വാഗ്ദത്തം നിനക്കൊരു മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നീണ്ട 25 കൊല്ലം കാത്തിരുന്നിട്ടുണ്ടാകാതിരുന്നു. ദൈവം പറഞ്ഞാൽ നമ്മുടെ സമയത്തിനൊന്നും കിട്ടത്തില്ല. ആ തമ്പുരാനെ പറഞ്ഞ് ഇപ്പൊ കൊണ്ട കൊല്ലം ഇനി എന്ത് തിരിച്ചു കിട്ടുമെന്ന് ആർക്കറിയാം. പക്ഷെ തനിക്കൊരു കാര്യം അറിയാം, വാഗ്ദത്തം ചെയ്തവന് എന്റെ അന്തം കൂടെ അറിയാം. അതുകൊണ്ട് താൻ വിശ്വസിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഇവനെ തിരികെ പ്രാപിച്ചു. 20-ാം വാക്യത്തിൽ വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ ഇസഹാക്കിന് ഒരു വലിയ പരാജയം പറ്റി. തന്നൊരു മടിയനായിരുന്നു, അറിയാം. റോൺ ജാൻസന്റെ ഒരു ക്ലാസ്സിൽ എഴുതിച്ചു. ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, ദേശത്ത് നെടുകയും കുറുകയും നടക്കും. അന്ന് അർമേന്യർ ദേശത്ത് വസിച്ചിരുന്ന കാലമാണ്. അർമേന്യരുടെ മര്യാദ പ്രകാരം ഒരു ലാൻഡ് എന്റെയാണെന്ന് പറഞ്ഞ് കൈവശമാക്കണമെങ്കിൽ അവിടെ നെടുകയും കുറുകയും നടക്കണം. ഞാനൊരു സ്ഥലത്ത് ചെന്നു, അതിലിങ്ങനെ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിങ്ങനെ നടക്കുമ്പോൾ കാണുന്നവർ പറയും, പണ്ടൊരു രാജാവ് ഇതുവഴി നടന്നതാ, അങ്ങനെ ക്ലെയിം ചെയ്ത ലാൻഡാ, എനിക്ക് യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ സ്ഥലം വിടും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ദേശത്ത് നെടുകയും കുറുകയും നടക്ക്, അത് നിന്റെയാ. അടുത്തൊരുത്തം നടക്കാൻ വന്ന അവനോട് പറയും, മറ്റവൻ നടന്നതാ, നീ പൊക്കോ. അബ്രഹാം നടക്കാതെ ഒരു ചെറിയ ഏരിയ വിട്ടുകളഞ്ഞു. ഗാസ സ്ട്രിപ്പ് എന്ന് നടന്നില്ല. നടന്നു ക്ഷീണിച്ച് അവിടെ വീട്ടിൽ പോയി പറഞ്ഞു. ഗാസ സ്ട്രിപ്പിൽ നടന്നില്ല. ഇസഹാക്ക് മര്യാദയ്ക്ക് നടക്കേണ്ടതായിരുന്നു, പുള്ളി ചുമ്മാ കിടന്നുറങ്ങി, ഇത് നടന്നില്ല. യാക്കോബ് തന്നിഷ്ടക്കാരനായി അമ്മാച്ചന്റെ വീട്ടിൽ പോയി പെൺപിള്ളേരുമായി ആട് തീറ്റി. ആ 3 പേരും ദൈവം ഏൽപ്പിച്ചത് നടന്നില്ല. പക്ഷേ അബ്രഹാമിന്റെ മറ്റേ മോൻ ഇസ്മായിൽ അതുവഴി മുഴുവൻ നടന്നു. ഇന്ന് ഇസ്രായേലിന്റെ രക്തം ഒഴുകുന്ന സ്ട്രിപ്പ്. എന്നെ ദൈവം ഏൽപ്പിച്ച ഞാൻ ചെയ്തില്ലെങ്കിൽ
നിങ്ങളിൽ ഓരോരുത്തരും ദൈവമേൽപ്പിച്ച നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നാളെ തലമുറകൾ രക്തമൊഴുക്കും, നമ്മുടെ കാലം പോവും. ദൈവമേൽപ്പിച്ചത് ചെയ്യാൻ നോക്ക്. ഇസഹാക്കിനെ കൊണ്ട് നോക്കാതെ വന്നു ഈ പുള്ളി. അരമടിയന്. മടിയന്മാരെ ദൈവത്തിന് ഇഷ്ടമല്ലെന്നറിയാമോ? പിള്ളേരെ ഭയങ്കര കട്ടിയാവാനും മടിയനും മുടിയനും തമ്പുരാൻ ഒരുപോലെ. മടിയന്റെ അനിയനാ മുടിയൻ, മുടിയന്റെ ചേട്ടനാ മടിയൻ. ഇവിടെ കണ്ടുണ്ടോ 9-10 വരെ കിടന്ന് ഉറങ്ങുന്ന പാർട്ടികൾ? മടിയനെ കൊണ്ടൊന്നിനും കൊള്ളില്ല. ഇസഹാക്ക് മടിയനാണ്. ഇസഹാക്കിന്റെ കാലത്ത് ഒരിക്കൽ ഈ ഫെലിസ്തീന് വന്ന് അബ്രഹാം കുഴിച്ച കിണറെല്ലാം മണ്ണിട്ട് നിന്നു. എന്നാ ഒരു പുതിയ കിണർ കുഴിക്കാൻ അത് പുള്ളിക്ക് തോന്നിയില്ല. മണ്ണിന് കട്ടിയ കാത്തിരുന്നു. ഈ കിണർ തിരിച്ചു കുത്താം. എന്നിട്ടൊരു പുതിയ പേരിടാൻ പുള്ളിക്ക് കിട്ടിയോ? നിങ്ങൾ എളുപ്പം മറക്കാതിരിക്കാൻ ഞാൻ പറയാം. ഞങ്ങൾക്ക് പട്ടി എന്ന് പറയുന്ന ഒരു ജന്തുണ്ട്. അതിന് എനിക്കിഷ്ടമാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്, മിക്കവാറും ഇഷ്ടമാണ്. കടിച്ചില്ല നല്ലതാണ്. ഞങ്ങളുടെ കൊച്ചുമക്കൾക്കും പട്ടിയെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾക്ക് ചർച്ച താമസിക്കുന്നതുകൊണ്ട് ഇതിനെ വളർത്താൻ ഒക്കെ പട്ടിയേക്കാൾ ഇഷ്ടം ചർച്ചകളുണ്ട്. 2000 കൊച്ചുമക്കൾക്ക് പട്ടിയെ വലിയ ഇഷ്ടമായി. ഇവിടെ വീട്ടിൽ പട്ടിയില്ലാത്തതുകൊണ്ട് ഇവർ വഴിയെ പോകുന്ന പട്ടിയുടെ പുറകെ പോകുന്ന വരുമായപ്പോഴും ഒരു പട്ടിയെ വളർത്തുക ഞാൻ തീരുമാനിച്ചു. നല്ല പട്ടിയെ കിട്ടി. എൻ്റെ ലാബറുടെ നല്ല. അതിനെ വീട്ടിൽ കൊണ്ടൊന്ന് വെച്ചില്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് അതുമില്ലേ, വളർത്താൻ നോക്കില്ല. അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് അതിനെ വലിയ ഇഷ്ടമായി. ഞങ്ങളതിന് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു, പെഡിഗ്രി കൊടുത്തു. അവന് ഇഷ്ടമായി. പാലുമൊക്കെ ആക്കി കാണിച്ചു. എൻ്റെ ഭാര്യ ഇതിന് ടൈഗർ എന്ന് പേരിട്ടു. ഒരു 9 മണി വരെ, 8 മുതൽ 9 വരെ ഞാനും ഭാര്യയും കൂടെ ഇതിനെ കളിപ്പിച്ചു. പിള്ളേരുടെ കൊണ്ട് വട്ടത്തിൽ എല്ലാവരും കണ്ടുകൊണ്ട് ഇതിന് ചാടി കളിപ്പിച്ചു. ഒരു 9 ഞങ്ങൾ പോയി കുളിച്ച് എവിടെയോ വിസിറ്റ് ചെയ്യാൻ പോകണമായിരുന്നു. പോയി 12 മണിയോട് തിരിച്ചു വരുമ്പോൾ ഇളയ കൊച്ചുമൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരത്ത് പെഡിഗ്രി കൊടുക്കുന്നു, ചാടുന്നു, ഭയങ്കര കളിയാണ്. പിന്നീട് വന്നോടനെ അമ്മ പറഞ്ഞു, അമ്മച്ചി ഇപ്പൊ പട്ടിയുടെ പേര് ഞാൻ മാറ്റിയിട്ടു. അതിനോട് ഇപ്പൊ സ്പൈക്കി എന്നാ പേര്. 9 മണിക്ക് പോകുമ്പോ ടൈഗറായിരുന്നു, ഇപ്പൊ ഇത് സ്പൈക്കി. അതിനടാ ടൈഗർ പഴയ പേരാ അമ്മച്ചി, പഴയ പേരാ. എടാ ഞാൻ നോക്കിയിട്ട് 7 വയസ്സുള്ള കൊച്ചിന് പട്ടിക്കിടാൻ പുതിയ പേരുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് കിണറിനിടാൻ പേരില്ല. ഉഴിമണിയൻ. പിന്നെ പോകുന്നതിന് ഒരു നല്ല കാര്യം ചെയ്യും. ഇസഹാക്കിനെയും യാക്കോബിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. എനിക്ക് ഒത്തില്ല, നിങ്ങളെ ചെയ്യും. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യാതെ പോയാൽ? കുറഞ്ഞ പക്ഷം തലമുറ ദൈവം കൊടുക്കുക. വാഗ്ദത്തം ഒരു തലമുറ കൊണ്ട് തീരുന്നതല്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നൊക്കെ തമ്പുരാൻ പറഞ്ഞാലേ ഒരേ ആയുസ് കൊണ്ട് തീരാത്ത അനുഗ്രഹമായി കൊണ്ട് കൊടുക്കാനിരിക്കുന്നത്. അവനവന്റെ തലമുറയിൽ ചെയ്യാവുന്നത് ചെയ്യും സഹോദരന്മാരെ. ഒക്കാത്തതിന് അടുത്ത തലമുറയെ പ്രാപ്തരാക്ക്. തലമുറകൾ നമുക്ക് വിലയേറിയതാണ്. ഒരു സഭയ്ക്ക് തലമുറ വിലയേറിയതാ, ഒരു കുടുംബത്തിന് തലമുറ വിലയേറിയതാ, ദൈവത്തിന് തലമുറ വിലയേറിയതാ. നമ്മുടെ ദൈവം വളർത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന്റെ ഒക്കെ വലിപ്പമേ ലോകത്തിന്റെ സാധാരണ കണക്കനുസരിച്ച് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഒരൊറ്റ വാക്കായി പ്രപഞ്ചം ഉണ്ടായത്. ഞാൻ ഈ വർഷം ഫെബ്രുവരിയിൽ ന്യൂസിലൻഡിൽ പോകാൻ തോന്നുന്നു. കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ എവിടെയോ ഒരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുമ്പോൾ ഈ എമറൈറ്റ്സിലാണ് ഞാൻ പോയത്. അന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു എമറൈറ്റ്സിൽ. യൂണിവേഴ്സിനെ കുറിക്കുന്ന, പ്രപഞ്ചത്തെ കുറിക്കുന്ന ഒരു പുതിയ ഡോക്യുമെന്ററി ഇന്ന ചാനലിലുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടോളാം. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവിടെ എടുത്തു കണ്ടപ്പോൾ കേട്ടൊരു വാചകം അവർ കാണിച്ചത്, പ്രപഞ്ചം ഇപ്പോഴും വളരുകയാണ്. ന്യൂ സ്റ്റാർസ് ആർ കമ്മിങ് അപ്പ്, ന്യൂ ഗാലക്സീസ് ആർ കമ്മിങ് അപ്പ്. മനസ്സിലാക്കുന്നു? പുതിയ നക്ഷത്രമണ്ഡലങ്ങൾ ഇപ്പോഴും ഉണ്ടാകുക. ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ എന്റെ തമ്പുരാൻ ഉളവായി വരട്ടെ എന്നൊരു വാക്ക് പറഞ്ഞതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇന്ന് നക്ഷത്ര മണ്ഡലങ്ങൾ ഉണ്ടാകുന്നത്. എന്നതാ വാക്ക്? അങ്ങനെയാണെങ്കിൽ വർദ്ധിച്ചു പെരുകുക എന്ന് ദൈവസഭയോട് ദൈവം പറഞ്ഞാൽ അത് തീരുന്നതല്ല. കഴിഞ്ഞ പയ്യെ തിരിയാൻ പോവാ. ഓക്കെ,
ചില അനുഗ്രഹത്തിന്റെ പദങ്ങൾ ഇന്ന് പകലും ദൈവത്തിന് ആരാണ്ടോടൊക്കെ പറയാനുണ്ട്. There are some people those who are eligible to take it. നമുക്ക് ദൈവത്തിന് ചില നന്മകളുടെ ചില അനുഗ്രഹത്തിന്റെ പദങ്ങൾ ആരാണ്ടോടൊക്കെ പറയാനുണ്ട്. ദൈവം അവരെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർദ്ധിപ്പിക്കുമെന്നാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഗ്രഹിക്കുമെന്നാണ്. യുഗങ്ങൾ കൊണ്ട് തീർന്നു പോകാത്ത ഒരു അനുഗ്രഹവും അർത്ഥവും ദൈവം ചിലതിന് വേണ്ടി കൽപ്പിക്കുകയാണ്. ഒരു രോഗശാന്തിയുടെ വിഷയത്തിന്റെ 6ാം മാലിയോട് ചേർന്ന് 6ാം മാലി ഒരു സൈഡ് ഇന്നലെ പറഞ്ഞ പോലെ മോസ്റ്റ് പ്രോബബ്ലി ലെഫ്റ്റ് സൈഡ് I'm not too sure. വേദനയുള്ള ഒരു വ്യക്തി ഇന്ന് രാത്രി ഇന്ന് പകൽ സൗഖ്യമാകാൻ തയ്യാറായിക്കോ? ദൈവം അതിന് വിടുതൽ തരാൻ പോവുകയാണ്. It's not a constant pain, it's not a continuous pain, but very frequently you have the pain. ആ വ്യക്തിക്ക് ഇന്ന് പകൽ സൗഖ്യമായി പോകാം. Similarly, ഷോൾഡേഴ്സ് വേദനയുള്ള മോസ്റ്റ് പ്രോബബ്ലി റൈറ്റ് ഷോൾഡർ ആണ്, പക്ഷെ ഷോൾഡേഴ്സ് വേദനയുള്ള ഒരാളിനെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കും. 2 രോഗശാന്തി ഇന്ന് നടക്കാനുണ്ട്. ഇന്ന് 2 രോഗശാന്തി നടക്കാനുണ്ട്. ഓക്കെ, ദൈവത്തിന് ചിലതിനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് തോന്നും. ദൈവം ഒരിക്കല് തന്റെ യാക്കോബിനെ വിളിച്ചൊരു അനുഗ്രഹം അനുഗ്രഹിച്ചു. ഞാൻ ഒരുപാട് ഇടത്ത് തൊട്ടിട്ടുണ്ട്. യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ചാണ് അങ്ങനെ ഒരു അനുഗ്രഹം അനുഗ്രഹിച്ചത്. നിനക്ക് ഇന്നു മുതൽ ഇസ്രായേൽ എന്ന് പേരാകും. ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടായിരുന്നു, യാബോക്ക് തൊട്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് തൊട്ടായിരുന്നു. ഐ ഗോ ഡീപ്പർ. യാക്കോബ് ദൈവസ്ഥലത്തിൽ വന്ന് നിൽക്കുക. യാബോക്ക് കടവിന്റെ തീരത്ത് ഇവർ ഒത്തിരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. മുഴുവൻ കൂടെ പോക്കാതെ 400 ഗുണ്ടകളെ കൊണ്ടാണ് ചേട്ടൻ വന്ന് നിൽക്കുന്നത്. അവരുടെ തനി മൃഗമാണ്. ഞാൻ ഭാഗത്ത് പോകുന്നില്ല. 400 ഗുണ്ടകളുമായി വന്ന് നിൽക്കുക യാക്കോബിനെ ഒന്ന് കാണാൻ. യാക്കോബ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സത്യത്തിൽ 5-6 ഗ്രൂപ്പുകളാക്കി. 2 ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ടുള്ളൂ. ഡീറ്റെയിൽ വായിക്കുമ്പോൾ മനസ്സിലാകും. ഏറ്റവും മുമ്പിൽ തന്റെ സഹോദരനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ഗിഫ്റ്റ് എല്ലാവരുടെ ഫസ്റ്റ് ഗ്രൂപ്പായി നിർത്തി. 2, തനിക്ക് ഇഷ്ടമില്ലാത്ത ഭാര്യ ലേയുടെ ദാസിയിൽ നിന്ന് ജനിച്ച മക്കളെ ദാസിയെ കൂടെ 2ാമതായി നിർത്തി. 3, ലേയിൽ നിന്ന് ജനിച്ച മക്കളെ ലേയെ കൂടെ 3ാമത്തെ ഗ്രൂപ്പാക്കി. 4, തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യയുടെ ദാസിയിൽ നിന്ന് ജനിച്ച മക്കളെ ദാസിയെ കൂടെ നിർത്തി. 5, തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യയിൽ നിന്ന് ജനിച്ച ജോസഫിനെയും, അന്ന് ബെന്യാമീനില്ല, ജോസഫിനെയും ഭാര്യയെ കൂടെ നിർത്തി. 6ാമത്തേതായി ഇവർ ഒറ്റയ്ക്ക് ശേഷിച്ചു. 2 ഗ്രൂപ്പാക്കിയെന്ന് ഒരിടത്ത് എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഡീറ്റെയിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് കാണാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നേരെ ചേട്ടൻ ഗുണ്ടകളെ ഉപയോഗിച്ചാൽ മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ജീവരക്ഷയ്ക്ക് മാർഗമില്ലാതെ അവൻ ഒറ്റയ്ക്ക് യാബോക്കിന്റെ മറുകരയ്ക്കിരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഒരു ദൂതൻ അവരോട് മല്ല് പിടിക്കാൻ ഇറങ്ങി വന്നു. അത് ഞാൻ കുറയ്ക്കട്ടെ. ഒരു ദൂതൻ അവരോട് മല്ല് പിടിക്കാൻ ഇറങ്ങി വന്നു. രാത്രി മുഴുവനും മല്ല് പിടിച്ചു. ദൂതം വന്നത് അനുഗ്രഹിക്കാൻ മറക്കരുത്. അന്ന് കേൾക്കാത്തവരൊക്കെ കേട്ടോ. ദൂതം വന്നത് അനുഗ്രഹിക്കാനല്ല, കൊല്ലാനല്ല. ഇവനൊരു ഞൊട്ടിലില്ല, ഒരു മൂത്തിലില്ല, അതിനേക്കാൾ താഴെയുള്ളൂ. ചിലർ പറയാറുണ്ട് ദൈവം വരുന്ന ഞാനെന്ന് കാണാൻ എന്റെ മോനെ നിന്റെ അറിവുകൾ തമ്പുരാൻ കേട്ടില്ല, പോട്ടെ വിട്. കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ ജോർജ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ബാംഗ്ലൂർ ചർച്ച് വന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു പഴയ ചരിത്രം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, ഞാൻ ഈ സൂവിൽ പോയാൽ ആദ്യം കുരങ്ങിനെ കാണുമ്പോൾ ഇവനെ ഞാൻ ടോൺ ചെയ്യാൻ നോക്കും, പാടിപ്പിച്ച് കാണിക്കും. അവനും തിരിച്ച് പാടിപ്പിച്ച് കാണിക്കും. കുരങ്ങനെ എറിഞ്ഞ് കാണിക്കും, കുരങ്ങ് എറിഞ്ഞ് കാണിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സിംഹത്തിന്റെ അടുക്ക് ചെന്ന് പാടിപ്പിച്ച് കാണിക്കാൻ ഇവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കുരങ്ങിനെ പാടിപ്പിച്ച് കാണിച്ചാൽ തിരിച്ച് പാടിപ്പിച്ച് കാണിക്കും. പക്ഷെ സിംഹം തിരിച്ച് പാടിപ്പിക്കാറില്ല. അവൻ പറയുന്നത് ഈ ലുക്സ് ത്രൂ മീ. ഞാൻ നിൽക്കുമ്പോൾ എന്നിലൂടെ എന്റെ പുറകുവശമൊക്കെ കാണുക. ഇവൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ ഈ കാണിക്കുന്ന ഹോമിക്കൊന്നും സിംഹം നോക്കാറില്ല. ഇതൊന്നും സിംഹം നോക്കാറില്ല. ഈ സംതിങ് ബിഗ്. ഞാൻ തൊട്ട് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പലരും പറഞ്ഞാലും തമ്പുരാൻ നോക്കാറില്ല. സിംഹം ലുക്ക് ത്രൂ. അദ്ദേഹത്തിന്റെ വാദ്യമാണ് ഈ ലുക്ക് ത്രൂ മീ, നോട്ട് ഓൺ മീ, ഈ ലുക്ക് ത്രൂ മീ. സിംഹത്തിന് അതിനേക്കാൾ കൂടെ ഒരു ചിന്തയും വരുന്നില്ല. അതിന് ടോൺ ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ ടോൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങളുടെ സിംഹമില്ല. എനിക്ക് ഓരോരുത്തർ സിംഹം നിൽക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞു ഇതേ കാണുന്നത്തെ കിട്ടിയ വീട്ടിൽ കൊണ്ട് പട്ടിയെ പോലെ കെട്ടിയില്ല. നല്ല രസമാണ്. യാക്കോബിനെ അനുഗ്രഹിക്കാൻ ദൂതം വന്നു. പക്ഷെ എന്തോ ഒരു രാത്രി മുഴുവൻ മല്ല് പിടിച്ചിട്ടും അനുഗ്രഹിച്ചില്ല. നേരെ വെളുക്കാറായപ്പോഴും അനുഗ്രഹം ദൂതന്റെയും യാക്കോബ് കാര്യം ഇപ്പുറത്ത് നിൽക്കുക.
ദൂതൻ പറഞ്ഞു, വിടറാ പോകാം, നിനക്ക് നിശ്ചയിച്ച ഒരു രാത്രി തീർന്നു, നിന്റെ സമയം കഴിഞ്ഞ് എന്നെ വിടി, ഞാൻ പോകാം. ഞാൻ ഷെഫീൽഡിൽ വെച്ച് പറഞ്ഞിടത്തെല്ലാം ഞാൻ ഓർപ്പിച്ചു. നിന്റെ സമയം, നിന്റെ രാത്രി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ ഉള്ളവര് രാത്രിയിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത്. എം.എ. വർഗീസിനെ സംബന്ധിച്ച് 66 വർഷം നീളമുള്ള ഒരു രാത്രി മൊത്തം എന്നോട് മല്ല് പിടിച്ചിട്ട് അനുഗ്രഹം ദൂതന്റെ ഇരിക്കുന്നതേ ഉള്ളൂ, എന്നെ വന്നില്ല. സുനിൽ പാസ്റ്റർ ഇവിടെ വന്നിട്ട് നാളെത്രായി? 6 years. കഴിഞ്ഞ 6 വർഷം മല്ല് പിടിച്ചതാ. വലിയ സഭ ദൈവത്തിന്റെ ഇരിക്കുന്നതേ ഉള്ളൂ, ഇന്ത്യ വണ്ടി പിടിക്കുന്നു. അതിന്റെ അർത്ഥം തമ്മിൽ വിട്ടേച്ച് പോയെന്നല്ല സഹോദര, ഇത് പരിശുദ്ധാത്മാവ് വിവേചന കളഞ്ഞേച്ച് പോയെന്നല്ല. Some changes വന്നു കഴിഞ്ഞാൽ അനുഗ്രഹം നിനക്ക് തരാനുണ്ട്. ഇതിനകത്തിരിക്കുന്ന പലരും 5 കൊല്ലം, 8 കൊല്ലം, 10 കൊല്ലം, 15 കൊല്ലം കഴിഞ്ഞ കാലത്തെ മൽപ്പിടുത്തങ്ങളുടെ ശേഷവും അനുഗ്രഹം ദൈവത്തിന്റെ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മളിവിടെ അവശേഷിക്കുക. ഒടുവിൽ നേരമായപ്പോൾ ദൂതൻ പറഞ്ഞു, നിനക്ക് നിയമിച്ച സമയം കഴിഞ്ഞു, വിട്, ഞാൻ പോവുക. നിന്റെ ചാൻസ് ഈസ് ക്ലോസ് ഫോറെവർ, ഞാൻ പോകാം. യാക്കോബ് പറഞ്ഞു, അങ്ങനെയാണ് വിടത്തില്ല. ദൂതൻ നടുവിനൊന്ന് തൊട്ടെന്നാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ മുമ്പേ പറഞ്ഞ പോലെ നടുവിന്റെ ഉളുക്ക് തെറ്റി സോക്കറ്റിന്റെ അകത്തുനിന്ന്, കുഴയ്ക്കകത്തുനിന്ന് ബോർഡ് വെളിയിൽ വന്നു. ഇവിടെ അങ്ങനെ കണ്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, കോഴിയുടെ കണ്ടിട്ടുണ്ട്, എന്റെ കണ്ടിട്ടില്ല. ഉണ്ട്, അതിന് വെളിയിൽ വന്നത്. അവിടെയൊന്നും ഒരു മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല, നോബഡി. പക്ഷേ യാക്കോബ് പറഞ്ഞ അതൊക്കെ വേറെ കാര്യം, അനുഗ്രഹിക്കാതെ വിടുകയില്ല എന്ന് പറയും. മൽപ്പിടുത്തത്തിന് തയ്യാറുള്ളവർ ദൈവം ശ്രദ്ധിക്കുന്നത് മരിച്ചാലും ഞാനിത് സാധിക്കുമെന്ന് പറയുന്നവരെയാ. ജീവൻ അവർക്ക് വലുതല്ല, അവർക്ക് അതിനേക്കാൾ വലുത് ദൈവത്തിൻ്റെയാ. ആ സാഹചര്യത്തിൽ ദൂതൻ തിരിച്ചവനോട് ഒരു ചോദ്യം ചോദിച്ചു, എന്നാ പറയട, നിന്റെ പേരെന്തുവാ? അവൻ പറഞ്ഞു, എന്റെ പേര് യാക്കോബ് എന്നാ. മോനെ, പ്രശ്നം അതാ, ആ പേരിൽ നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുകയില്ല. ഞാൻ അനുഗ്രഹിക്കണമെങ്കിൽ കള്ളൻ എന്ന പേരിൽ, ആ സ്വഭാവത്തിൽ, നിന്റെ പഴമയിൽ നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുകയില്ല. ഞാൻ നിന്നെ ചേഞ്ച് ചെയ്ത് തരാം. ഇന്നു മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകണം. ഇംഗ്ലീഷ് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഓതറൈസ്ഡ് വേർഷൻ ഒത്തിരി കൂടെ ഗൗരവമാണത്. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിക്കത്തക്കവണ്ണം ഒരു പ്രഭുവിന് ആവശ്യമുള്ളതുപോലെയുള്ള ബലം നിന്നിൽ ഞാൻ കണ്ടിരിക്കുകയാണ്. നീ മനുഷ്യനോട് മല്ല് പിടിച്ച് ജയിച്ചടാ, നീ ഇപ്പോൾ എന്നോട് മല്ല് പിടിച്ച് ജയിച്ചടാ. ഞാൻ ആ ബലം നിന്നിൽ കണ്ടിരിക്കുകയാണ്. നിനക്ക് പ്രഭു എന്നർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന് പേരാകും. അതിനകത്ത് മലയാളത്തിൽ നിന്റെ പേര് യാക്കോബ് നല്ലെന്ന് പറഞ്ഞല്ലോ. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? Thou shalt no more be called as Jacob. ഈ സെക്കൻഡ് മുതൽ മേലാൽ നിന്നെ യാക്കോബ് എന്ന് വിളിച്ചേക്കരുത്, പകരം പ്രഭു എന്ന് നിന്നെ വിളിക്കാം. ഈ ഗതികെട്ടവനെ പിറ്റേ ദിവസം രാവിലെ പോയി ചേട്ടന്റെ മുമ്പിലോട്ട് മുട്ടുകുത്തി വെച്ച്, അങ്ങയുടെ അടിയൻ യാക്കോബ് പറ. ദൈവം കൊടുത്ത വാഗ്ദത്തം ഏറ്റെടുക്കാൻ കഴിയാതെ നിങ്ങൾ ചിലർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാൻ ചിലരെ ഏൽപ്പിച്ചു. ഇന്നലെ ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. Somebody is receiving, maybe വൈകിട്ടത്തെ സെക്ഷനിൽ നടക്കുള്ളായിരിക്കും. Somebody is receiving ഒരു ഇമ്പാർട്ടേഷൻ, ഒരു അധികാരത്തിന്റെ കൈമാറ്റം നടക്കും. മോനെ, നിന്നെ അതിന് തെരഞ്ഞെടുത്തതാ, നിന്നെ അതിന് കണ്ടതാ, അത് നിന്റെ മേൽ പകരാനാണ് നിന്നത്. മേലാൽ നിന്നെ യാക്കോബ് എന്ന് വിളിച്ചേക്കരുത്. ഈ ഗ്രഹപ്പഴ പിടിച്ചവൻ തിരിച്ചങ്ങോട്ട് പോയി പിന്നെ പറഞ്ഞു, ഞാൻ യാക്കോബ്. തമ്പുരാൻ തള്ളി, പകരം തന്റെ ഇളയ മകൻ യോസേഫിനെ തെരഞ്ഞെടുത്തു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ യോസേഫ് പല പടികളിൽ കൂടെ കയറി ഇറങ്ങി. ഒരു ദിവസം മിസ്രയീമിലെ ഫറവോൻ യോസേഫിനെ വിളിച്ചു പറഞ്ഞു, ഇന്നു മുതൽ നീ മിസ്രയീമിന്റെ പ്രഭുവാ. യോസേഫ് തന്റെ സഹോദരന്മാരെല്ലാം കൂടെ വിളിച്ച് ഒരു രഥവും ഏൽപ്പിച്ച് അപ്പന്റെ അടുക്കലോട്ട് വിട്ടേച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് ബെന്യാമിനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് ഞാൻ മിസ്രയീമിലെ ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് അപ്പനോടൊന്ന് പറ. അപ്പച്ച, പണ്ട് അങ്ങക്ക് കിട്ടിയ അനുഗ്രഹം അപ്രഭുവാകുക. കളഞ്ഞത് ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ വിശ്വസ്തത എനിക്ക് കിട്ടി, ഞാൻ പ്രഭു. വാചകങ്ങളൊക്കെ ഇത് കണക്ട് ചെയ്യണം. ദൈവം എൻ്റെ അപ്പനെ കൊള്ളില്ലാത്തടത്ത് എന്നെ തെരഞ്ഞെടുത്തു. നിങ്ങളുടെ പിതാക്കന്മാരിൽ പലരും കളഞ്ഞത് നിങ്ങളുടെ മേൽ തരികയാണ്. അടുത്ത തലമുറ എടുത്തോട്ടെന്ന് പറഞ്ഞ് വിടല്ലേ. നമ്മുടെ ഈ തലമുറ ഏൽപ്പിച്ച് നമുക്ക് കൊണ്ടു നടക്കാം.
നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച നമുക്ക് ഏറ്റെടുക്കാം. ചിലർ പറയുന്നത് എന്റെ അപ്പൻ ചത്ത കല്ലറിൽ തന്നെ ഞാനും ചാവും. എന്റെ മോനെ അയാളെ കൊള്ളുകയല്ല, എങ്ങനെയാണോ നിന്നെ തെരഞ്ഞെടുത്ത് വളർത്താൻ തമ്പുരാൻ തീരുമാനിച്ചത്. എന്റെ അപ്പം പോയതിലെ മാത്രമേ ഞാൻ പോകും. എന്റെ പൊന്നു മോനെ അയാളെ കൊള്ളുകയല്ലിട്ടാ നിന്നെ വളർത്താൻ തമ്പുരാൻ തീരുമാനിച്ചത്. യാക്കോബ് കളഞ്ഞത് യോസഫ് ഏറ്റെടുത്തു. വാഗ്ദത്തത്തിൽ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ അബ്രഹാം പാർത്തു. ഇസ്ഹാക്കിന് മടിയനായി പോയത് കൊണ്ട് ചെയ്യാൻ കഴിയാഞ്ഞതിന് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബിന്റെ സ്വഭാവം കറക്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ട് യോസഫിനെ തമ്പുരാൻ പൊക്കി അവനെ കൊണ്ട് പ്രഭുവാക്കി വെച്ചു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലതിനെ തലമുറകൾക്ക് കഴിയാതെ പോയത് ചെയ്യുവാൻ ദൈവം ഒന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിലതിനെ ദൈവം